ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലാത്തതാണെങ്കിൽ നമുക്കിവിടെ വിട്ടുകളയാം. ഓക്കെ, നമുക്ക് കാർഡ് റീഡിങ്ങിലോട്ട് പോവാം. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ളൊരു ആളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും ജോലിയുള്ള ഒരാളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടേത് അത്ര ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പൊന്നും അല്ല. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി അറിയാണ്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നൊരു ഫീലിംഗൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിനുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ പാർട്ട്ണറിന് ആ ഒരു വ്യക്തിയോടാണ് ഒരുപടി സ്നേഹം കൂടുതലുള്ളത്. നിങ്ങളുടെ പാർട്ട്ണർ എന്താ പറയുക, ഫിനാൻഷ്യലി കുറച്ചും കൂടെ കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ തേർഡ് പാർട്ടി കൂടുതൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്നാൽ നിങ്ങളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എന്നാൽ അങ്ങോട്ടാണ് കൂടുതൽ, ഇടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ ഓർക്കുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ പറയുവാണെങ്കിൽ ഇവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാണ്. എന്നാൽ തേർഡ് പാർട്ടിയെ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല. കാരണം ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് പറ്റത്തില്ല, ഇത്രയും നാളും അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലുള്ളൊരു പാർട്ട്ണറാണ് നിങ്ങളുടേത്. പിന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് ഒരു ഡീപ്പ് ലവ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് അങ്ങനൊന്നും ഇല്ല. ഓക്കെ, പുള്ളി തേർഡ് പാർട്ടി ദൂരെയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്. പിന്നെ ഒരു ഫിസിക്കൽ സെക്ഷുവൽ അട്രാക്ഷനിലേക്ക് ഈ തേർഡ് പാർട്ടി അങ്ങോട്ട് പോയതാണ്. ഓക്കെ, ഒരു ചോയ്സ് വന്നപ്പം തേർഡ് പാർട്ടിയെ തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ. ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു ക്യാഷിന്, പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ വേണ്ടിയായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാജിക് കൂടോത്രമൊക്കെ ചെയ്ത് ഉള്ളിൽ കൊടുത്തിട്ട് വശത്താക്കി അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരാളാണ്. പക്ഷേ ഭയങ്കര നല്ല എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം. നിങ്ങളെ അറിയാൻ വൈകിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടേതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കാത്ത പോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആളത്ര നല്ല സ്വഭാവമുള്ള ആളായിട്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ തേർഡ് പാർട്ടി മുതലെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണറിനാണെങ്കിൽ എന്നാൽ ഫാമിലി ഹാപ്പി ആയിട്ട് പോകണം എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ തേർഡ് പാർട്ടിയും വേണം. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾ തന്നെയല്ലേ. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.